കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ വേണ്ടിയെന്ന് ഓർക്കുന്ന പിള്ളേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്. ദിസ് ഈസ് ദ പ്ലേസ് വെർ ഐ സ്പെൻഡ് മൈ പാസ്റ്റ് 2.5 years. ഞാനാണെങ്കിൽ ആദ്യം ഈ കമ്പനി കയറിയ സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഈ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വേറെ ഒരു ഘട്ടം ഓഫ് ലൈഫിലേക്ക് കയറാൻ പോവാം. അപ്പോൾ അതിന് മുന്നേ ഐ വോണ്ടഡ് ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് യു ഓൾ, ഹൗ ഇറ്റ് വാസ് വർക്കിംഗ് ഇൻ ദ ടെക്നോ പാർക്ക്. ഐ തിങ്ക് ഈ ചോദ്യമാണെങ്കിൽ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ട് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വന്നൊരു ചോദ്യം തോന്നുന്നു, ഹൗ ഇസ് ലൈഫ് ഇൻ ദീസ് IT പാർക്സ്, എങ്ങനെയാണെന്ന്. നൗ വെൻ ഐ ലുക്ക് ബാക്ക്, ഓൾ ഐ ക്യാൻ സേ വാസ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അടിപൊളിയായിരുന്നു. എല്ലാ ദിവസവും എല്ലാ നിമിഷവും എല്ലാ ലേണിംഗ് കർവും എല്ലാം നല്ലതായിരുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ 2.5 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒരു സമ്മറി പോലെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹൗസ് ലൈഫ് ഇൻ ടെക്നോ പാർക്ക് എന്ന് ഞാൻ പറയാൻ നിൽക്കുവാണെങ്കിൽ, ലെറ്റ് മി ടേക്ക് യു ബാക്ക് ടു ദ ബിഗിനിങ്. തുടക്കത്തിൽ ഏത് കമ്പനിയിൽ വന്നാലും ഒരു IT പാർക്കിൽ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഗെറ്റ് ഇസ് ട്രെയിനിങ്. ഒരു 3 to 6 month ട്രെയിനിങ് തന്നെയായിരിക്കും. അവിടെ നമ്മൾ ട്രെയിൻ ചെയ്യും, വാട്ട് യു ഷുഡ് ബി ഡൂയിങ്, വാട്ട് ഈസ് യുവർ ജോബ് റോൾ. ആ രീതിയിലേക്ക് നമ്മുടെ കമ്പനി നമ്മൾ അസൈൻ ചെയ്ത് ട്രെയിൻ ചെയ്യും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നമ്മുടെ ബാച്ചിലുള്ള പിള്ളേരെയൊക്കെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ ഒപ്പം ഹയർ ചെയ്ത ആൾക്കാരായിട്ട് നമ്മൾ കണക്ട് ചെയ്യും, നമ്മൾ ബോണ്ട് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടും. ഈ 3 to 6 month കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡെസിഗ്നേറ്റഡ് റോളിലേക്ക് പോകും. ഇപ്പോൾ ഹയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരു ജോബ് റോളിലേക്ക് തന്നെ പോകണമെന്നില്ല. എല്ലാവർക്കും പല പല ജോബ് പ്രൊഫൈൽ കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസിഗ്നേറ്റഡ് ജോബ് പ്രൊഫൈലിലേക്ക് സ്പ്ലിറ്റായി മാറും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ പഠിപ്പിച്ചേക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണോ ഇവർ ട്രെയിൻ ചെയ്ത് സ്കില്ലിനാക്കിയേക്കണം, ആ സ്കില്ല് നമ്മൾ യൂസ് ചെയ്യും ആ ജോബ് റോളിൽ. അപ്പം അങ്ങനെ നമ്മുടെ ജോബ് റോളിൽ നമ്മൾ നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ അകത്ത് പല പല പൊസിഷനിലേക്കും പല രീതിയിലേക്ക് നമ്മൾ എന്താ പറയുക വളരും, പഠിക്കും, മെച്ചപ്പെടും. സോ ദാറ്റ്സ് ഹൗ ഒരു IT കമ്പനിയിൽ ഒരാളുടെ പ്രൊഫൈൽ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ആദ്യം ട്രെയിനിങ്, പിന്നെ നമ്മുടെ ഡെസിഗ്നേറ്റഡ് റോളിലേക്ക് നമ്മൾ പോകണം. പിന്നെ നമ്മൾ അവിടുന്ന് മെച്ചപ്പെട്ട് പുതിയ പുതിയ റോളിലേക്കും പുതിയ പുതിയ സ്കില്ലൊക്കെ പഠിച്ച് മെച്ചപ്പെടും. സോ ദാറ്റ്സ് എ ജനറൽ കൺസെൻസസ് ഓഫ് ഹൗ എ ലൈഫ് ഇൻ എ കമ്പനി വർക്ക്സ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ കോണ്ടെക്സ്റ്റ് ദാറ്റ് ഐ വാണ്ടഡ് ടു ബ്രിങ് ടുഡേ. എനിക്ക് മിണ്ടാനുണ്ടായിരുന്ന ഇന്നെന്ന് വെച്ചാൽ ഹൗ വാസ് ലൈഫ് ഇൻ ടെക്നോ പാർക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരു IT പാർക്കിലുള്ള ഒരു ജീവിതം എങ്ങനെയാണ് കേരളത്തിലുള്ള. എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്ഥലം തൊടുപുഴയാണ്. എന്നിട്ട് ഈ കോളേജും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കോളേജായിരുന്നു. അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു സിറ്റിയിലേക്ക് മാറി ആ ലൈഫാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തുടക്കത്തിൽ അതിൻ്റെ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. സ്ഥലം കണ്ടുപിടിക്കണത്, സ്റ്റേ കണ്ടുപിടിക്കണത്, അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കണത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കാനൊക്കെ നല്ല പാടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ബോണ്ടായി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമ്മൾ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ യു സ്റ്റാർട്ട് ടു ഗെറ്റ് റിയലി കംഫർട്ടബിൾ. യു വിൽ റിയലി ലൈക്ക് ദിസ് പ്ലേസ് ഇൻ എ വേ ദാറ്റ് യു വിഷ് യു കുഡ് സ്റ്റേ ഹിയർ ആസ് ലോങ് ആസ് പോസിബിൾ. ഇപ്പം ഞാനീ പറഞ്ഞ സാഹചര്യം ഇസ് വെരി സബ്ജക്റ്റീവ്. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി നല്ലതാണ്, നിങ്ങളുടെ കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ യു വിൽ ഓബ്വിയസ്ലി ലവ് ദ പ്ലേസ്, യു വിൽ ഓബ്വിയസ്ലി ലൈക്ക് ദ എക്സ്പീരിയൻസ്. പക്ഷേ what I want to share with you is I feel really proud and I'm really happy that I got an opportunity to work in Techno Park. കേരളത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ച് കേരളത്തിൽ തന്നെ ഒരു ജോലി കിട്ടി, ഒരു 2.5 വർഷം സ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ഐ എം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട്. ദിസ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് IT പാർക്സ് ഇൻ ദ വേൾഡ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. സോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്ര ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദ കംബ്രോഡറി, ഈ ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയേൻ്റെ അകത്തുള്ള കംബ്രോഡറി, ദ പീപ്പിൾ, ദ വൈബ് എല്ലാം ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇവിടെയെന്ന് വെച്ചാൽ എന്ത് കാര്യം ഇവിടെ നടന്നാലും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അറിയും. ഇവിടെയെന്ന് വെച്ചാൽ പല കുറേ കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളുടെ അകത്ത് തന്നെ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പരിപാടി നടക്കുക, ഇവിടെയാണെങ്കിൽ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണെങ്കിൽ കുറേ കമ്പനികളുടെ പരിപാടികൾ ഇടയ്ക്ക് നടക്കാറുണ്ട്. അപ്പോൾ നമുക്കും വിസിറ്റ് ചെയ്യാൻ കാണാൻ പറ്റും. പിന്നെ ഫുഡ് കഴിക്കാൻ കുറേ സ്പോട്ടുകളുണ്ട്, ചായ കുടിക്കാൻ കുറേ സ്പോട്ടുകളുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് കമ്മ്യൂണിറ്റി ഓവർ ഹിയർ. നല്ല രസമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അറിയാവുന്ന കുറേ ആൾക്കാരും കൂട്ടുകെട്ടും കൂടെ ഉണ്ടെങ്കിൽ ദിസ് പ്ലേസ് ഇസ് ജസ്റ്റ് അമേസിങ്. സോ ഇൻ സമ്മറി, ഏതെങ്കിലും ഒരാൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും നല്ലതാണ്.
കാരണം ഒരു പുതിയ സിറ്റിയിലേക്ക് വന്നിട്ട് കുറേ അനുഭവങ്ങളും സ്വന്തമായിട്ട് സാലറി ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്യണം. ദ ഫീലിംഗ് ഓഫ് ബീങ് ഇൻഡിപെൻഡൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഇൻ എ ന്യൂ സിറ്റി, ഇൻ ആൻ അമേസിങ് സിറ്റി ലൈക്ക് ദിസ് ഈസ് റിയലി വാല്യുബിൾ. അപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ വേണ്ടതെന്ന് ഓർക്കണ പിള്ളേരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ട്രൈ ഇറ്റ്, ഇറ്റ്സ് റിയലി അമേസിങ്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ പ്രിഫറൻസാണ്. വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ, പുറത്തേക്ക് പഠിക്കാൻ പോകും, വാട്ട് എവർ ഇറ്റ് ഇസ്. ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു കം ഹിയർ ആൻഡ് ഐ ഡോണ്ട് റിഗ്രറ്റ് ദിസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. കാരണം ഈ പറഞ്ഞ കോളേജ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിൽ നിന്ന് മാറി നമ്മൾ വർക്ക് ലൈഫിലേക്ക് കയറുമ്പോൾ ലൈഫ് റിയലി ചേഞ്ചസ്. ഒരു സ്ലോ പ്രോസസ്സാണ്, ബട്ട് നൗ വെൻ ഐ ലുക്ക് ബാക്ക് ഇറ്റ്സ് നോട്ട് ദി സെയിം ആസ് കോളേജ്, ബിക്കോസ് യു ലേൺ എ ലോട്ട്, യു ആർ ഗ്രോയിങ് എ ലോട്ട് പേഴ്സണലി, പ്രൊഫഷണലി. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പഠിച്ച് വളരുമ്പോൾ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലെസൺസ് ആർ ഓൾ ഇൻവാല്യുബിൾ. ലൈക്ക് ഐ ഹാഡ് മൈ ഫെയർ ഷെയർ ഓഫ് ഡൗട്ട് വെൻ ഐ കെയിം ഹിയർ. ഇവിടെ നല്ലതായിരിക്കുമോ, എങ്ങനെ ഉണ്ടാവും സ്ഥലം, നിൽക്കാൻ പറ്റുമോ, സ്ഥലമുണ്ടോ. കാരണം മൊത്തത്തോടെ മാറിയിട്ടുള്ളൊരു സ്ഥലമല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവും, നമ്മുടെ ഈ ചുറ്റും കാണുന്ന എല്ലാവരും അതുപോലെയൊക്കെ തന്നെയാണ്. എല്ലാവരും പുതിയതായിട്ട് വന്നു, കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, മെച്ചപ്പെടണം. അപ്പോൾ എല്ലാവരുടെ ഒപ്പം തന്നെ ഈ കാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ്. സോ ഇറ്റ്സ് എ വെരി സെറീൻ, വെരി ഗുഡ് പ്ലേസ് ടു ലുക്ക് അറൗണ്ട് ആൻഡ് സീ. നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് ഓർക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും നല്ലതാണ്. പിന്നെ ഞാനീ പറഞ്ഞ കാര്യം സബ്ജക്റ്റീവും കൂടെ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടൊരു നല്ല കമ്പനി അല്ല കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മോശം, അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ഇടപെടുന്ന ആൾക്കാരൊന്നും മെച്ചമില്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ഹാവ് എ ബാഡ് എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറവ്. അങ്ങനെ കേട്ടിട്ടേ ഇല്ല, ടു ബി ഓണസ്റ്റ്. എവറിബഡി ഹാസ് ദെയർ ഓൺ ഗുഡ് എക്സ്പീരിയൻസ്. ഒരു പേഴ്സണൽ ഗ്രോത്തും പേഴ്സണൽ എന്താ പറയുക ഒരു ആർക്കുണ്ട് പഠിക്കണതിൻ്റെ. ദാറ്റ് ഈസ് വെരി മച്ച് അപ്രീഷിയേറ്റഡ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന സമയത്ത് ഐ ഹാഡ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ആൻഡ് ഡൗട്ട്സ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു 2.5 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഫീൽ ദിസ് വാസ് ദ ബെസ്റ്റ് ചോയ്സ് ദാറ്റ് ഐ കുഡ് ഹാവ് ടേക്കൺ. ഐ താങ്ക് മൈ കമ്പനി ഗൈഡോസ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഹിയർ. I will really look back and feel very proud that I worked here. So for people who have that opportunity, നിങ്ങൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, if you have that opportunity, do take it. I'll tell you that. കാരണം നമ്മളിപ്പോൾ ബാംഗ്ലൂരോ ഹൈദരാബാദൊക്കെ പോണ ആൾക്കാരൊക്കെ ആണെങ്കിൽ യു ആർ ലീവിങ് യുവർ സ്റ്റേറ്റ്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റിയുള്ളൊരു അനുഭവം ഇല്ല. വാട്ട് ഐ ക്യാൻ സേ ഇസ് ദാറ്റ് നമ്മൾ കേരളത്തിൽ തന്നെ പഠിച്ചു വളർന്നു, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മലയാളികളായിട്ട് പഠിച്ചിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ ഒരു IT പാർക്കിൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സംതിങ് ടു ബി റിയലി പ്രൗഡ് ഓഫ്, ടു ബി ഓണസ്റ്റ്. യു ഗെറ്റ് പെയ്ഡ് വെൽ, നമുക്ക് സ്വന്തം കാര്യം നോക്കാം, യു ഗെറ്റ് ദ ഫസ്റ്റ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ നമ്മുടെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്കധികം ചിലവുകളില്ല. സോ ദ ക്വസ്റ്റ്യൻ റിയലി ബൗൺസ് ടു വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ. എന്താണ് നമ്മൾ നോക്കി വെക്കുന്നത്? ഇപ്പോൾ സാലറി ആണോ, എങ്കിൽ പിന്നെ യു കുഡ് മൂവ്. പക്ഷേ ആണെങ്കിൽ സ്വന്തം നാട്ടിൽ ഒരു ജോലി കിട്ടുക, സ്വന്തം ടൗണിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് something that is really amazing. So if you have that opportunity, take it. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാൻ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ കോളേജ് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ്. പക്ഷേ അത് സമയം കൊണ്ട് മാത്രമായിരുന്നു എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഡൗട്ടിലും കൺഫ്യൂഷനിലും നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓബ്വിയസ്ലി ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ ജോലി ചെയ്യണോ, പുറത്തേക്ക് പോകണോ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസും ചോയ്സ് തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ, ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. സോ that's what I would like to say. Like it's a really super cool place to hang around. എന്ന് വെച്ചാൽ ആൾക്കാർ നല്ലതായിരിക്കും, കമ്മ്യൂണിറ്റി നല്ലതായിരിക്കും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ അതിൻ്റേതായ ഒരു എക്കോസിസ്റ്റമാണ്, ഒരു സിസ്റ്റമാണ്. അതൊരു എന്താ പറയുക, നമ്മളൊരു പുതിയ ടൗണിൽ ഒരു കമ്മ്യൂണിറ്റി കയറിനെക്കൂട്ടൊരു ഫീലാണ്. ആൾക്കാരെ കാണണം, ഓരോ പരിപാടികൾ നടക്കണു, ചായ, ഫുഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ബോണ്ട് ചെയ്യിപ്പിക്കും. അതിൻ്റെ ഒപ്പം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ വാവ്, ദിസ് പ്ലേസ് ഇസ് ഗ്രേറ്റ്. സോ for people who have confusion and doubt regarding whether you should take it, I would say take it from my personal experience. And I've seen a lot of people around that are really happy after taking this. പാടെന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് പോകാൻ പാടായിരിക്കും. So that's the thing. I spent my 2.5 years here. ഇനി I hope good things also come out of this place and more people get the opportunity to join this. So yeah, that's all I wanted to share. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൽ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ ഈ കമ്പനി വിട്ടും ഈ സ്ഥലം വിട്ടും പോകാറായിട്ടുണ്ട്. മൈ ടൈം ഓവർ ഹിയർ ഇസ് കമ്മിങ് ടു എൻ എൻഡ്. ബട്ട് ഐ വാണ്ടഡ് ടു റെമിനിസൻസ് ആൻഡ് ഷെയർ വാട്ട് ഐ ലേൺ ഫ്രം ഹിയർ. ഇറ്റ്സ് ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഇൻ ലൈഫ്. അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഓവർ ഹിയർ ഇസ് റിയലി സംതിങ് ഐ അപ്രീഷിയേറ്റ് ആൻഡ് ഐ ലവ്.
ആൻഡ് ഐ ഹോപ്പ് എന്നെപ്പോലെ തന്നെ ഒരു നല്ല കമ്പനിയും അല്ലെങ്കിൽ പിന്നെ നല്ല ടീമും ആൾക്കാരെ കിട്ടി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുവാണെങ്കിൽ യു വിൽ ഹാവ് ദ ബെസ്റ്റ് ടൈം ഓഫ് യുവർ ലൈഫ് ഫോർ ഷുവർ. ഐ തിങ്ക് ടെക്നോപാർക്ക് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾസ് വൈ infrastructure development, IT parks are really important to people in Kerala. കാരണം ഞാൻ ലുക്കപ്പ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ടെക്നോപാർക്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1990 ആൻഡ് in 2024 right now it has nearly 500 companies, over 470 companies, and it employs 70,000 people. അത്ര ആൾക്കാർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്, ഇത്രയും കമ്പനികളുണ്ട്, ഇത്രയും വരുമാനം ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. സോ ചെറിയൊരു ഇനീഷ്യേറ്റീവായിട്ട് തുടങ്ങിയിട്ട് ഇറ്റ് ബിക്കേം വൺ ഓഫ് ദ ലാർജസ്റ്റ് IT parks in India. At one point it was the largest IT park in India and the world or Asia also. സോ ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇത്രയും വലിയൊരു മേജർ ഇമ്പാക്റ്റ് നടത്തുന്നത് ഈസ് റിയലി ബെനിഫിഷ്യൽ. സോ ഐ ഹോപ്പ് മോർ IT parks and more innovative stuff comes to our state and things for people are beneficial. Things like these are really beneficial. So I feel like Technopark is a very good example of how compounding works. ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് തുടങ്ങിയിട്ട് seeing how huge it is and how many people it helps. And before I go, I really want to thank the Technopark authorities who make this place really beautiful and clean. ഇതെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റീൻ്റെ എഫേർട്ടാണ്. ഇത്ര ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യണോ, ടെക്നോപാർക്കിൻ്റെ അതോറിറ്റീസ്, കമ്പനികൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ടെക്നോപാർക്ക് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണത്. സോ താങ്ക് യു ഓൾ ഫോർ മേക്കിംഗ് ദിസ് റിയലി ബ്യൂട്ടിഫുൾ, റിയലി സ്പെഷ്യൽ. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. കുറേ ആൾക്കാരുടെ സഹായമുണ്ട്, കുറേ നോൺ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ആവശ്യങ്ങളുണ്ട് ഇവിടെ. സോ അവരൊക്കെ കാരണമാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. I really want to take my time to thank you guys as well. I want to thank the government who started this initiative of building the Technopark, Infopark and many other parks that are coming in Kerala. കുറേ ആൾക്കാർക്ക് ഗുണപ്രദമാണ്, കുറേ ആൾക്കാർക്ക് ഒരു സെൻസ് ഓഫ് റിലീഫും ഗുഡ് ഫീലിംഗ് ആണ് ഇങ്ങനത്തെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടൊരു ജോലി വർക്ക് ചെയ്യാനും നല്ല അനുഭവങ്ങൾ കിട്ടാനായിട്ടും. സോ താങ്ക് യു for all the people who made this possible and for the people who are making things more possible. I hope more opportunities and more things come into fruition. For me, it was good. Thank you. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം വർക്കിംഗ് ഇൻ ടെക്നോപാർക്ക്. ഇറ്റ് ട്രീറ്റഡ് മീ റിയലി വെൽ ആൻഡ് ഐ ഹോപ്പ് ന്യൂ പീപ്പിൾ, ന്യൂ ഫ്രഷേഴ്സ് ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു കം ഹിയർ, ലേൺ ഹിയർ ആൻഡ് പ്രോസ്പർ ഹിയർ. This was a very good place for me and I hope it does the same to you. I hope you guys have amazing memories and good things to take away from here. If you found this video to be useful and you want to see more contents like this, you can like, comment, share and subscribe before you go. So until I catch you next time guys, all the best and take care.